Pearly Mani's YouTube channel. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ തംബ്നെയിലൊക്കെ കണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തായാലും ഇത്രയും ഡിലേ ആവുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, എൻ്റെ മടി, എൻ്റെ ലേസിനെസ്സും മാത്രമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പൊതുവേ പറയുന്ന ഒരു എക്സ്ക്യൂസ്, ശ്രീനി എന്നെ പുഷ് ചെയ്യുന്നില്ല, നില ബേബി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ചെയ്തു. എങ്കിലും അങ്ങനെയുള്ള എന്നെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചവരാണ് ATP ഫിറ്റ്നസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. സോ അവരെക്കുറിച്ചും എൻ്റെ ഈ ഫിറ്റ്നസ് ജേർണീനെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ കം ഓൺ. പോസ്റ്റ് ഡെലിവറി എൻ്റെ ബോഡി, എൻ്റെ മൈൻഡിൽ ഭയങ്കര മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. ചില സമയത്ത് ഞാൻ ആലോചിക്കും നമുക്ക് വർക്കൗട്ട് തുടങ്ങിയാലോ. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, പേർലി ആദ്യത്തെ ഒരു 2-3 മന്ത്സ് നല്ലപോലെ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബാക്ക് പെയിൻ വരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനൊരു 2.5 മന്ത്സ് വരെയൊക്കെ ഞാൻ ആക്ച്വലി റെസ്റ്റ് എടുത്തു. ഐ ഡോണ്ട് ഡു എനി എക്സസൈസ്, അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തും ഐ വാസ് ഫീലിംഗ് വെരി വീക്ക്. അതായത് എൻ്റെ വയറ്റിലെ മസിൽസ്, പിന്നെ എനിക്കൊന്ന് വെറുതെ ഒന്ന് കാല് പൊക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ആൻഡ് ദാറ്റ്സ് വെരി നോർമൽ ആഫ്റ്റർ ഡെലിവറി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് പണ്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ, എനിക്ക് ഒരു ഡമ്പൽ പോലും പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. കൊച്ചിന് മാത്രമായിരുന്നു ഞാൻ പൊക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, മനസ്സിന് വേണ്ടി ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, പാട്ട് കേൾക്കും, റിലാക്സിങ് മ്യൂസിക്, ശ്രീനിനെ തെറി വിളിക്കും, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞരും. ഇനിയും കിട്ടും, ഞാൻ വരുന്നുണ്ട്. അപ്പം മനസ്സിന് വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരീരത്തിന് വേണ്ടി ഒരു ട്രെയിനറിനെ തന്നെ വെക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി. സോ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ട്രെയിനിങ് ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ATP ഫിറ്റ്നസ് പ്രോഗ്രാമിലൂടെ ആദ്യത്തെ ദിവസം ആ ട്രെയിനർ എന്നെ കൊണ്ട് ചെയ്തത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ LKG പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസ്. ബിക്കോസ് ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവർ ഭയങ്കര എക്സസൈസ് ഒന്നും ചെയ്യിപ്പിക്കില്ല. ബിക്കോസ് അവർ ബോധമുള്ള ആൾക്കാരാണ്. Rachel, a second. Hi, hi. Hi, hi. Wow, baby, Ila baby. How are you? Ila baby, how are you? വെളിയുടെ അടുത്ത് അപ്പൊ കരച്ചിൽ നിർത്തും അല്ലേ? അതെ. സോ ATP ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യലായിട്ട് ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെ 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഒന്ന് റെക്കോർഡഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, വിച്ച് ഇസ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈമിങ്ങിൽ നമുക്ക് അവരുടെ റെക്കോർഡഡ് സെഷൻസ് അവർ ഡെയിലി അയച്ചു തരും. ആ സെഷൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് ട്രാവൽ ചെയ്യുന്നവർക്ക്, വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളവർ, സെൽഫ് മോട്ടിവേഷൻ ഓൾറെഡി ഉള്ളവർക്ക് പറ്റിയ ഒരു പ്രോഗ്രാമാണ് റെക്കോർഡഡ് പ്രോഗ്രാം. പക്ഷെ ഞാൻ ഓപ്റ്റ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, ദ സെക്കൻഡ് പ്രോഗ്രാം, ലൈവ് സെഷൻ. ലൈവ് സെഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചർ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ പോലെ നമ്മുടെ ടീച്ചറും ട്രെയിനറായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ വന്ന് നിൽക്കും. അപ്പം നമുക്ക് വേറെ വഴിയില്ല, ഓടിയേ പറ്റൂ, ചാടിയേ പറ്റൂ. നമുക്ക് വേണ്ടി ടൈലർ മെയ്ഡ് സെഷൻസ് ആണ് ATP ചെയ്യുന്നത്.
ഓക്കെ ബൈ താങ്ക് യു കൊച്ചു നിലാ ബേബിക്ക് നാളെ എന്താ വർക്കൗട്ട് സോ ഈ ലൈവ് സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഈ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ സൈമ അവാർഡ്സിൻ്റെ ഒക്കെ ടൈമിൽ ഐ സ്റ്റിൽ റിമെമ്പർ വേണ്ടി അവർ സ്പെഷ്യലായിട്ട് 12 o'clock 11 o'clock രാത്രിയൊക്കെ സെഷൻ വെക്കും. ബിക്കോസ് നിലേനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ പറയും എനിക്കൊരു ഹാഫ് ആൻ അവർ അവർ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വർക്ക്. ATPക്ക് 3 ലെവൽസ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഞ്ചുറി, അതായത് ഇപ്പോൾ എന്തെങ്കിലും ബാക്ക് ഇഞ്ചുറി, നീ ഇഞ്ചുറി, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഫസ്റ്റ് ലെവൽ. പിന്നെ കുറച്ച് പ്രായം ചെന്നവർക്ക് ATP സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ ലെവൽ 1 എക്സസൈസ്. അതായത് ഇവർ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അവർ ഡിസൈഡ് ചെയ്യും നിങ്ങൾ ഏത് ലെവലിലേക്കാണ് പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ളവർ, യങ് ആയിട്ടുള്ളവർ, ഓൾറെഡി കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവർ, ഇവർക്ക് വേണ്ടിയാണ് സെക്കൻഡ് ലെവൽ ട്രെയിനിങ്. തേർഡ് ലെവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് ഫിറ്റ് ആണ്, എനിക്ക് ഒന്നുകൂടി ടോൺ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെങ്ത്, വെയിറ്റ് ട്രെയിനിങ്, അങ്ങനത്തെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ തേർഡ് ലെവൽ. ഞാനിപ്പോൾ തേർഡ് ലെവലിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങാൻ സമയത്ത് എൻ്റെ അടുത്ത് ഇവരുടെ ട്രെയിനർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തുടങ്ങുന്ന ടൈമിലുള്ള വെയിറ്റ് ഒന്ന് നോക്കണം. ആ സമയത്ത് I was 73 kilos, which is a good weight. എനിക്ക് വെയിറ്റ് ഇടുന്ന ഇഷ്ടമാണ്. വേസ്റ്റിന്റെ മെഷർമെന്റ്സ് ഒക്കെ അവർ എൻ്റെ അടുത്ത് മെഷർ ചെയ്യാൻ നോക്കി. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്, സോ ദാറ്റ് നമ്മുടെ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സോ ദാറ്റ് ഇസ് വൈ ദാറ്റ് ഹാപ്പൻസ്. പിന്നെ നമുക്കറിയാലോ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സാധനമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. വെയിറ്റ് ഗെയിൻ, ചിലവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാം ചെയ്യാം. സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് സ്ട്രെങ്ത് ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. ഹെൽത്ത് റീസൺസ്, ചില സമയത്ത് ഡോക്ടേഴ്സ് ചിലവരോട് പറയും നിങ്ങൾ നടക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സസൈസ്, കുറച്ചൊന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഡോക്ടേഴ്സ് ഇപ്പോൾ കൊളസ്ട്രോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഹെൽത്ത് റീസൺ ആയിട്ടൊക്കെ ഉള്ളവരോട് പറയാറുണ്ട്. പിന്നെ ഫൈനൽ റീസൺ എന്ന് വെച്ചാൽ ഇത് ലൈഫ് സ്റ്റൈലാണ്. ഓൾറെഡി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡയറ്റ് പ്ലാൻസിനെ കുറിച്ചാണ്. അതിന് വേണ്ടി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡയറ്റീഷ്യനെ തരുന്നതാണ്. എനിക്കുണ്ടായിരുന്നത് ഒരു അടിപൊളി ഡയറ്റീഷ്യനാണ്. അതായത് ഞാൻ അവരോട് പറയാം എനിക്ക് ബിരിയാണി കഴിക്കണം, എനിക്ക് ചോറ് വേണം. അപ്പോൾ അവർ പറയും എങ്കിൽ ചോറ് കഴിച്ചോ. അപ്പോൾ ഞാൻ കുട്ടിമാമ പിന്നെ ഞെട്ടിമാമ, ബിക്കോസ് ഐ വാസ് ലൈക്ക് ഡയറ്റ് എന്ന് വെച്ചാൽ എൻ്റെ വിചാരം ഈ കറിവേപ്പിലും മല്ലിയെല്ലാം തിന്ന് ജീവിക്കണം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ എല്ലാം നമ്മുടെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അതായത് ഫിഷ് കഴിക്കാം, ഫിഷ് ഫ്രൈ ആണെങ്കിൽ 1 പീസ്, ഫിഷ് കറി ആണെങ്കിൽ 2 ഫിഷ്. അപ്പം ഞാൻ പിന്നെ കറി കഴിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്നൊക്കെ അവർ ചോദിച്ചിട്ട്, എസ്പെഷ്യലി ഞാനിപ്പോൾ ഒരു അമ്മ ആയതുകൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ അവർ കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അമ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയതായിട്ടൊന്നും തരില്ല, എങ്കിലും നിങ്ങളൊന്ന് സോപ്പിട്ടാൽ ചിലപ്പോൾ ആ ഡയറ്റീഷ്യൻ സമ്മതിക്കും. എന്തായാലും ആ ഡയറ്റീഷ്യൻ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് ചോദിക്കും. ഇനി നിങ്ങളെ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് പെട്ട ഒരാളാണ്. യു ഹാവ് ടു സെൻഡ് എ പിക്ചർ ഓഫ് എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്, ആ ക്വാണ്ടിറ്റി എല്ലാം പ്ലേറ്റിൽ വെച്ച് ഒരു സൂപ്പർ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ ഡെയിലി അയക്കുക. ശരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്, നമ്മൾ എന്താ കഴിക്കുന്നത് എന്നൊക്കെ ഒരാൾ നോക്കാനുള്ള. അപ്പം നമ്മൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവും, ആൻഡ് വിച്ച് ഇസ് വെരി വെരി ഗുഡ്. സോ ATPയിൽ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി? നമ്പർ 1, എൻ്റെ വെയിറ്റ് ലോസ് ആയി. 67 kilos എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എൻ്റെ വെയിറ്റ് 28 അല്ല, ഇപ്പം എൻ്റെ വെയിറ്റ് 72 ആണ്, വിച്ച് ഇസ് അയ്യോ എന്ത് തെറ്റിപ്പോയി പ്ലീസ്. ഞാൻ വായിച്ച ഓർഡർ തെറ്റിപ്പോയി. അതായത് 72-ൽ നിന്നും 72 kilos ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4-5 months ഒക്കെ എടുത്തു, ബിക്കോസ് ഞാൻ ഭയങ്കര റെഗുലർ ആയിരുന്നില്ല. ഞാൻ എക്സ്ക്യൂസ് ഒക്കെ പറയുമായിരുന്നു, എങ്കിലും ദേ മേഡ് ഷുവർ. ഇപ്പം എൻ്റെ വെയിറ്റ് 67, 68, 67-ൽ വന്ന് നിൽപ്പുണ്ട്. മാത്രമല്ല എൻ്റെ വേസ്റ്റ് ലൈൻ ആയിരുന്നു ശരിക്കും എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഐ ഹാഡ് അറൗണ്ട് 38
ആയിരുന്നു എൻ്റെ വെയിസ്റ്റ്. ഇപ്പം 33 വന്നിട്ടുണ്ട്. അപ്പം ഐ എം റിയലി ഹാപ്പി. ആൻഡ് അതർ തിങ് വിച്ച് ഐ ഫെൽറ്റ് ഇസ് ഐ എം ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ലെഗ് റേസ് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് കോർ സ്ട്രെങ്ത്, അതായത് വയറ്റിൽ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ട്, ആ കോർ സ്ട്രെങ്ത് ഐ വാസ് മിസ്സിങ്. പക്ഷേ ഇപ്പം ഐ എം ഫീലിംഗ് എക്സ്ട്രീംലി സ്ട്രോങ്. ഇപ്പോൾ ഏതൊരു എക്സസൈസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഈസി ഫോർ മീ. അപ്പോൾ എനിക്ക് അതൊരു കോൺഫിഡൻസ് ആയി. ഹെൽത്ത് ഇസ് വെൽത്ത് എന്നൊരു പറയുന്ന ടൈമാണ്. കീപ് യുവർ സെൽഫ് ആക്റ്റീവ്, കീപ് യുവർ ബോഡി ഹെൽത്തി. ആവശ്യത്തിന് ട്രെയിനിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, നല്ലൊരു ഡയറ്റൊക്കെ നോക്കുക ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ആൻഡ് ഇനി ഈ ATP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് മൈ കോഡ്. ബിക്കോസ് ഈ ഒരു 24 hours, അതായത് ഈ വീഡിയോ റിലീസ് ചെയ്ത് ഒരു 24 hours അവർ 20% ഡിസ്കൗണ്ട് Pearly20 എന്ന് പറയുന്ന ഈ ഒരു കോഡ് യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് തരും. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മൈ സ്റ്റോറി. Take care. Bye. The heat of today could keep even winter away. So I'll remember your laugh, 'cause nothing ever changes the fact that summer is for falling in love. Da-dun-da-dun-day. Summer is for falling